നീതിയുടെ തുലാസിനേക്കാൾ പണത്തിന്റെ തിളക്കത്തിന് മുൻഗണന നൽകുന്ന ലിയോ എന്ന സ്വാർത്ഥമതിയായ അഭിഭാഷകയിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. തന്റെ വാക്ചാതുര്യം കൊണ്ട് ഒരു കുറ്റവാളിയെ നിയമത്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച അവൾ ഒരു വിദേശയാത്രയ്ക്ക് തൊട്ടു മുൻപ് വിധിയുടെ ക്രൂരമായ വിരോധാഭാസത്തിന് ഇരയാകുന്നു. മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള നിഗൂഢമായ ആ മധ്യലോകത്ത് വെച്ച് പരലോകത്തെ ഉദ്യോഗസ്ഥർക്ക് പറ്റിയ ഒരു ചെറിയ പിഴവ് അവളുടെ ജീവിതം മാറ്റിമറിക്കുന്നു. തൻ്റെ ഭൂമിയിലെ ആയുസ് അവസാനിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ അവൾക്ക് മടങ്ങിപ്പോകാൻ ഒരവസരം ലഭിക്കുന്നു. പക്ഷേ ഒരു നിബന്ധന മാത്രം, മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിൽ 7 ദിനങ്ങൾ ജീവിക്കുക എന്നതാണ്. 2 മക്കളും പ്രാരാബ്ദങ്ങളുമുള്ള ഒരു സാധാരണ വീട്ടമ്മയുടെ വേഷപ്പകർച്ചയിലേക്കാണ് ലിയോ ചെന്നെത്തുന്നത്. കരിയറിലെ വിജയങ്ങൾ മാത്രം സ്വപ്നം കണ്ടിരുന്ന അവൾക്ക് ആ വീടിന്റെ പരിമിതികളും ഉത്തരവാദിത്തങ്ങളും ആദ്യം ഒരു ഭാരമായി തോന്നി. എന്നാൽ കഠിനാധ്വാനിയായ ഭർത്താവിന്റെ നിശബ്ദമായ സ്നേഹവും കുടുംബങ്ങളുടെ ആഴവും അവൾ പതിയെ തിരിച്ചറിയുകയായിരുന്നു. തൻ്റെ സ്വപ്നതുല്യമായ ആ പുതിയ ജീവിതത്തിൽ തൻ്റെ മകൾക്കു നേരെയുണ്ടായ ഒരു അതിക്രമം അവളെ പഴയ പോരാളിയാക്കി മാറ്റുന്നു. അവിടെ അവൾ നീതിക്ക് വേണ്ടി പോരാടാൻ ഉറയ്ക്കുന്നു. ആ പോരാട്ടം അവളുടെ ഉള്ളിലെ സ്വാർത്ഥതയെ കഴുകിക്കളയുന്നതായിരുന്നു. 7 ദിവസങ്ങൾക്ക് ശേഷം സ്വബോധത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ താൻ കണ്ടതെല്ലാം ഒരു കോമാ അവസ്ഥയിൽ കണ്ട സ്വപ്നമായിരുന്നു എന്ന് ലിയോ മനസ്സിലാക്കുന്നു. എങ്കിലും ആ സ്വപ്നം നൽകിയ പാഠങ്ങൾ അവളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയിരുന്നു. തൻ്റെ പഴയ തെറ്റുകൾ തിരുത്തി ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുന്ന ലിയോ എന്നാൽ വിധി നിശ്ചയിച്ചതുപോലെ തൻ്റെ ജീവിത പങ്കാളിയെയും ആ യാത്രയിൽ കണ്ടെത്തുന്നു. വിജയമെന്നാൽ കേവലം പദവിയോ സമ്പത്തോ മാത്രമല്ലെന്നും സ്നേഹവും മൂല്യങ്ങളും കുടുംബവുമാണ് ഒരു ജീവിതത്തിന്റെ യഥാർത്ഥ ആധാരശിലകളെന്നും ഈ കഥയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബിഡിൻഹോയുടെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ ഒരു കോമഡി ഡ്രാമ തായ്വാൻ ചിത്രമാണ് ബ്യൂട്ടിഫുൾ ആക്സിഡന്റ്.